ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആരെയും കൊതിപ്പിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ഭാഗം മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്ന സമയത്തിന് സുധിക്കും ചന്ദ്രമതിക്കും പിന്നെ ഇരിക്കപ്പൊറുതി ഇല്ലാതായി. ഓ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥ. സുധി കിടന്നു നിന്നിങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ദയനീയമായി പറഞ്ഞു, അമ്മേ, ആ ബിരിയാണിയുടെ മണം അടിച്ചിട്ട് എനിക്ക് വയ്യ. അന്നേരം ശ്രുതി അങ്ങോട്ടേക്ക് ഓടി വന്നു. ഈ സമയത്തിന് ചന്ദ്രമതിക്ക് വല്ലാത്ത നിസ്സഹായതയോടെ പറയുന്നുണ്ട്, എടാ, അതിനിപ്പോൾ ഇനി എന്ത് ചെയ്യാനാ? ആ മണം ഇങ്ങനെ അടിച്ചിരുന്നാൽ മതി, ആ മണം ഇങ്ങനെ അടിച്ചു കൊണ്ടിരുന്നാൽ മതി, അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. നമ്മൾ വ്രതത്തിലല്ലേ എന്ന് പറയും. അത് കേട്ടപ്പോൾ സുധിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അവൻ ചോദിക്കുന്നുണ്ട്, അതേ അമ്മേ, ഇനിയിപ്പോൾ അതെങ്ങനെ കഴിക്കാനാ? ദേഷ്യത്തോട് കൊടുത്തിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഒരൊറ്റ ഒരുത്തിയടി എല്ലാത്തിനും കാരണം, നീ കാരണമാ എനിക്കിപ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റാത്തത് എന്ന്. അന്നേരം ദേഷ്യം വന്ന ശ്രുതി തിരിച്ചടിച്ചു, ഇത് നല്ല കാര്യമായി പോയി, മിണ്ടരുത് നീ. അന്നേരം ശ്രുതി ഇടപെട്ടു. ശ്രുതി താങ്ക്സ് എന്ന് പറഞ്ഞു. അല്ല, എന്തിനേന്ന് ചോദിച്ചപ്പോൾ, അല്ല, ആരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ നീ അമ്മയുടെ പേര് പറഞ്ഞില്ലേ, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ നിനക്ക് വ്രതമില്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചോ. എനിക്ക് വ്രതമൊന്നുമില്ലമ്മേ, അമ്മക്കും ശ്രുതിക്കും മാത്രമേ വ്രതമുള്ളൂ എന്ന് പറഞ്ഞ് അവൾ തീർത്തും പറഞ്ഞു. ശ്രുതി കട്ടക്കലിപ്പിലിങ്ങനെ നോക്കട്ടു ചന്ദ്രമതി. കാരണം ഇവൻ കാരണം തൻ്റെ തീറ്റ പോലും മുട്ടിയല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. ഇവനാണെങ്കിൽ ഓരോ പണി ഇങ്ങനെ ഒപ്പിച്ചു വന്നോളും എന്നിങ്ങനെ ചന്ദ്രമതി മനസ്സിൽ വിചാരിച്ചു. ഇതേ സമയം ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. രവീന്ദ്രൻ ഇത്തിരിയധികം ടേസ്റ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട്, കൊള്ളാം മോനെ, സൂപ്പറായിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേക്കും സച്ചി ഇടയിൽ കയറി പറയുന്നുണ്ട്, ഓ, അതിൻ്റെ ആ ഒരു ലെഗ് പീസൊക്കെ ഒന്ന് കടിച്ചു പറിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലേ എന്ന്. അത് കേട്ടപ്പോൾ വർഷ പറയുന്നുണ്ട്, അത് ശരിയാണ്, ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ബിരിയാണിക്കൊക്കെ നല്ല രുചിയാണ്. അതുമാത്രമല്ല രേവതി ചേച്ചിയും കൂടെ കൂടിയിട്ടുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ പറയണോ അതിൻ്റെ ടേസ്റ്റ്? അത് വേറെ ലെവൽ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതൊക്കെ അപ്പുറത്ത് നിന്ന് ശ്രുതിയും ശ്രുതിയൊക്കെ ചന്ദ്രമതിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അന്നേരം രവീന്ദ്രൻ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പ്ലേറ്റൊക്കെ എടുത്തു വെക്കാം, നമുക്ക് വിളമ്പാൻ തുടങ്ങാമെന്ന് പറയും. അതിനുശേഷം ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ കഴിക്കുന്നില്ലേ എന്ന്. മുഖമൊക്കെ വീർത്ത് കെട്ടിയിരിക്കാണ്ട ചന്ദ്രമതി. എന്നിട്ട് വേണ്ട, എനിക്ക് വ്രതമാണെന്ന് പറയും. അന്നേരം സുധിയോട് ചോദിച്ചപ്പോൾ നിനക്കും വേണ്ടടാന്ന് ചോദിക്കും. എനിക്കും വേണ്ട, എനിക്ക് വ്രതമാണെന്ന് ഭയങ്കര സങ്കടത്തോടും ദയനീയാവസ്ഥയിലുമായിരിക്കും അവൻ പറയുന്നത്. ഓ, എങ്കിൽ പിന്നെ നിങ്ങളൊന്ന് കഴിക്കണ്ടെന്ന് പറയാണ് രവീന്ദ്രൻ. അല്ല, നീയൊക്കെ എന്തിനാ ഈ വ്രതമെടുക്കുന്നത് എന്ന് ചന്ദ്രമതിയോട് ചോദിച്ചപ്പോൾ അത് നല്ലത് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവർ മറുപടി പറഞ്ഞു. നല്ലത് നടക്കാൻ വേണ്ടിയിട്ടോ? ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നല്ലത് വേണ്ടിയിട്ടാണെന്നും അതൊന്നും അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല എന്നും ചന്ദ്രമതി പറഞ്ഞു. അന്നേരം സച്ചി ഇടപെട്ടു, എൻ്റെ അച്ഛ, രേവതിക്കൊരു നല്ല കാര്യം വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അത് സഹിച്ചില്ല. അപ്പോൾ അതിൻ്റെ അസൂയ കണ്ട ഇവർ ഈ വ്രതം പിടിക്കുന്നത് എന്ന് സച്ചി കളിയാക്കിക്കൊണ്ട് പറയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് നല്ലങ്ങ് ദേഷ്യം വന്നു. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ് അവർ. പിന്നെ ആവശ്യമില്ല പോലും എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു. അച്ഛ, വേണ്ടാത്തവരാരും കഴിക്കണ്ട, അച്ഛൻ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഇത്ര നല്ല രുചിയുള്ള ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛൻ അവിടെ പോയി നിൽക്കുവാണോ? ചൂടാറുന്നതിന് മുമ്പേ കഴിക്കണം, ചൂടോടുകൂടെ കഴിച്ചാലേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയാൻ കഴിയുള്ളൂ. വരാൻ പറയാമെന്ന് സച്ചി പറഞ്ഞു വിളിച്ചു. ആ സമയത്തിന് ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാനും പോയി കഴിക്കട്ടെ എന്ന്. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, ശ്രുതി, നീ എനിക്ക് വേണ്ടിയിട്ട് വ്രതമെടുക്കുമോ? നിനക്ക് വേണ്ടിയിട്ടോ എന്ന് അവൾ തിരിച്ചു ചോദിച്ചപ്പോൾ, അല്ല, ഞങ്ങൾ പേരും വ്രതമെടുക്കുമല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു കമ്പനി നിനക്ക് തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഓ, പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് അവൾ മുഖത്തടിച്ചതുപോലെ അങ്ങ് മറുപടി പറഞ്ഞു. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ സുധി, ഇന്നത്തെ വ്രതം നമുക്കങ്ങ് മാറ്റി വെച്ചിട്ട് നാളെ വ്രതം എടുത്താലോ എന്ന് ചോദിക്കും. അതൊന്നും നടക്കില്ലമ്മേ, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആപത്തുണ്ടായിരിക്കും. ഇന്ന് തന്നെ വ്രതം എടുക്കണമെന്ന് സുധി തീർത്തും അങ്ങ് പറഞ്ഞു. ഓ, എന്ത് ചെയ്യാനാ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇന്നൊരു ദിവസം മാത്രം അങ്ങ് സഹിക്കാം. നാളെ എന്താണെങ്കിലും അമ്മക്ക് പുറത്തു നിന്ന് നല്ല അടിപൊളി ഹോട്ടൽ പോയിട്ട് ഫുഡ് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് അവൻ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ ആശ്വസിപ്പിച്ചു. പിന്നെ അമ്മേ, നാളെ ബിരിയാണി കഴിക്കാമേ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് കട്ട കലിപ്പായിരുന്നു. കാരണം അവരൊക്കെ ഇവിടെ ഇരുന്ന് നല്ല ബിരിയാണി ഇങ്ങനെ ടേസ്റ്റോടു കൂടെ തട്ടുന്നതെന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് തൊട്ടു തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ചന്ദ്രമതിക്ക് തീരെ അങ്ങ് വിശപ്പ് സഹിക്കാത്ത ആളാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വ്രതം കൂടി തലയിൽ വന്ന് വീഴുന്നത്. പിന്നീട് സച്ചിയും രേവതിയും അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ സച്ചിയുടെ സ്വഭാവം പറയാലോ. സച്ചിക്കാണെങ്കിൽ സുധിയും ചന്ദ്രമതിയും കഴിക്കാത്ത ആ ഒരു സമയത്ത് അവരൊന്ന് കുത്തി കുത്തി പറയണമെന്നുണ്ടായിരിക്കും. സച്ചി വലിയ ഉച്ചത്തിലിങ്ങനെ സംസാരിക്കാണ്. ഓ, എന്തൊരു ടേസ്റ്റാണ് അച്ഛാ ഈ ഒരു ബിരിയാണിക്ക്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ രുചിയോട് കൂടിയിട്ടൊരു ബിരിയാണിയൊന്നും നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. അത് കേട്ടപ്പോൾ വർഷയും അത് ശരിവെച്ചു. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നത്, അതെ അതെ, വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയല്ലേ,
വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പോരാത്തതിന് ശ്രീകാന്തും രേവതിയും കൂടിയല്ലേ ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബിരിയാണീനെ അങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. അതെ അച്ഛൻ നന്നായിട്ട് കഴിച്ചോ, ദേ നന്നായിട്ട് ചിക്കനൊക്കെ എടുത്ത് വെച്ച് കഴിക്കാൻ പറയാണ് സച്ചി. പിന്നെ അത് വെച്ച് കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, മൊത്തം തന്നെ നമുക്ക് തീർക്കാം. നാളെ ഇനിയിപ്പോൾ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ ശ്രുതി ചന്ദ്രമതിയോട് പതുക്കെ പറയാണ്, അമ്മേ അവർ അത് മൊത്തം കഴിക്കുമെന്നാ തോന്നുന്നത് എന്ന്. തീർക്കട്ടേടാ, നീ കാരണമാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി വീണ്ടും ശ്രുതിയോട് കുറേ അധികം ദേഷ്യപ്പെടും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ശ്രുതി നേരെ മീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മീരയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്, ഫോൺ ചെയ്തത് എന്ന് ശ്രുതി ചോദിച്ചു. അതെ, ഒരു പ്രശ്നമുണ്ട്, നീ അകത്തേക്ക് കയറി വരാൻ പറയാണ് മീര. അങ്ങനെ അകത്തേക്ക് ചെന്ന് കയറിയപ്പോഴാണ് അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. അയാളെ കണ്ടപ്പോൾ ശ്രുതി ശരിക്കും അങ്ങ് ഞെട്ടി. കാരണം ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ച ആ ഒരു ബീരാനില്ലേ, ഇറച്ചിവെട്ടുകാരൻ ബീരാനായിരുന്നു അത്. ഇയാൾ എന്താ ഇവിടെയെന്ന് ചോദിക്കൂ. എന്താണെന്നോ, നിന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അയാൾ പറഞ്ഞു. എന്ത്, എന്നെ കാണാനോ? എന്നെ എന്തിനാ നിങ്ങൾ കാണുന്നത് എന്ന് അവൾ ചോദിക്കാണ്. ഒന്നും പറയണ്ട, ഒരു പ്രശ്നമുണ്ടെന്നാണ് അയാൾ പറയുന്നത്. കാരണം രേവതി പോയി അയാളുടെ കടയിൽ നിന്നാണ് ഇറച്ചി വാങ്ങിച്ചത് എന്നുള്ള കാര്യമൊന്നും ശ്രുതിക്കറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ അയാൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതെ, ശ്രുതിയുടെ വീട്ടിൽ ഇന്ന് ബിരിയാണി ആയിരുന്നോ എന്ന് അയാൾ ചോദിച്ചു. അതെ, ബിരിയാണി ആയിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നോ എന്ന് അയാൾ വീണ്ടും ചോദിച്ചു. ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇറച്ചിയായിരുന്നോ, നല്ല ചിക്കനായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതെ എന്ന് അവൾ പറഞ്ഞപ്പോൾ അത് എവിടെ നിന്നായിരുന്നോ എന്ന് നിനക്കറിയാമോ, എൻ്റെ കടയിൽ നിന്നായിരുന്നോ എന്ന് അയാൾ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ശരിക്കും അങ്ങ് ഞെട്ടി. എവിടുന്ന്, നിങ്ങളുടെ കടയിൽ നിന്നാണെന്നോ രേവതി ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് പോയത് എന്ന് അവൾ അമ്പരപ്പോട് ചോദിക്കണേ. അതേന്ന് അയാൾ പറയും. എൻ്റെ ദൈവമേ, അപ്പോൾ നിങ്ങൾ അവൾ കണ്ടോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ആകപ്പാടെ വലിയ ടെൻഷനായിരുന്നു ശ്രുതിക്ക്. അന്നേരം മീര പറയുന്നുണ്ട്, അതെ, ഈ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു ആദ്യം ഇയാൾ പറയുന്ന സമയത്ത്. പക്ഷേ പിന്നെയാണ് എനിക്കൊരു സമാധാനമായതെന്ന് പറയും. ഇത് കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല, അവൾ കണ്ടോ ഇല്ലയോ, എനിക്ക് ആദ്യം അത് അറിഞ്ഞാൽ മതി. ഭയങ്കര ടെൻഷനോട് കൂടിയാണ് ശ്രുതി ചോദിക്കുന്നത്. അപ്പോഴാണ് അയാൾ കാര്യം പറയുന്നത്. അതെ, എൻ്റെ കടയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു റെഗുലർ കസ്റ്റമറുണ്ട്. അപ്പോൾ അവർ ചിക്കൻ മേടിക്കാനായിട്ട് വന്നു. ആ സമയത്ത് തന്നെ രേവതിയും കൂടെ കൊണ്ടുവന്നതാണ്. രേവതി അങ്ങോട്ടേക്ക് വന്ന് കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ ശരീരം മൊത്തം തളരുന്നത് പോലെ തോന്നി. കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ അവർ തോർത്തു വെച്ച് ഞാൻ അങ്ങ് മുഖം മറച്ചു. അത്രയും സമയം ഞാൻ കുറേയധികം സംസാരിച്ചു കൊണ്ടിരുന്നതാ ആ റെഗുലർ കസ്റ്റമറിനോട്. പക്ഷേ അവളെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു വേള ഞാൻ പിടിക്കപ്പെടുമെന്ന് പോലും ഞാൻ കരുതിപ്പോയി, അയാൾ പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി ഒരു നെടുവീർപ്പോടുകൂടെ പറഞ്ഞു, രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ട് കണ്ടില്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവൾ പോകുന്ന സമയത്ത് അവൾക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ? അവൾ ചോദിച്ചു. സംശയമൊന്നും തോന്നിയിട്ടില്ലെന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് അയാൾ തീർത്തും അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു പോയി, ഇവിടെ നിന്ന് ഇറച്ചി മേടിച്ചാലും നല്ല ഇറച്ചിയാണല്ലോ എന്ന്. ഇനി അവിടെ നിന്ന് തന്നെ പോയി വാങ്ങിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞു. മിക്കവാറും ഇനി അവൾ അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അത് കേട്ടപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഇനി എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. അന്നേരം മീര പറയുന്നുണ്ട്, ഇനിയാണ് നീ കേൾക്കേണ്ടത്. ഇത്രയും സമയം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ ഇനിയാണെങ്കിൽ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഉള്ള സമാധാനം അങ്ങ് പോകുമെന്ന് പറയും. എന്ത് സമാധാനം പോകുന്ന കാര്യം എന്താണെന്ന് ചോദിക്കാണ് ശ്രുതി. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതെ, ഇനി എനിക്ക് കള്ളത്തരം കാണിക്കാനൊന്നും പറ്റില്ല ശ്രുതി. എൻ്റെ കടയിൽ ഇന്ന് വരെ ഞാൻ നല്ല ഇറച്ചിയും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. അതിപ്പോൾ ഏത് ഇറച്ചിയാണെങ്കിലും ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ ഏത് ഇറച്ചിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഞാൻ ഇറച്ചിയെ ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ. ആർക്കും മോശമായിട്ടുള്ള ഇറച്ചിയൊന്നും കൊടുത്തിട്ടില്ല. ആരും ഒരു പരാതിയും ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വലിയ ചീത്തപ്പേരാവും. പിന്നെ എനിക്ക് തല ഉയർത്തി പിടിച്ചു നിൽക്കാനും പറ്റത്തില്ല, അറിയാലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അവരവിടെ കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ഉള്ള സത്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് തുറന്നു പറയുമെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് വലിയൊരു ഞെട്ടലായിരുന്നു. എന്തൊക്കെയാ ചേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിനി കള്ളത്തരം കാണിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ് ബീരാനെ. അവർ എപ്പോൾ വേണമെങ്കിലും ഇനി കടയിലേക്ക് വരാമെന്ന് അയാൾ പറഞ്ഞു. കാരണം ഈ പറയുന്ന ശ്രുതിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയി കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറില്ലേ? മേടിക്കുന്നത് പൊത്ത് രേവതിയാണ് പോയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കനും മീനും ബീഫും എല്ലാം സ്ഥിരം വാങ്ങിക്കുന്നത് കൊണ്ട് ഒരിടത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്കല്ലേ വീണ്ടും ചെല്ലത്തുള്ളൂ. അന്നേരം ശ്രുതി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ, ചേട്ടൻ ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് വേറെ എവിടേക്കെങ്കിലും സ്ഥലത്ത് പോയിട്ട് കട വെക്കാൻ പറയും. ഇനിയിപ്പോൾ ആ ഏരിയയിൽ കട വെക്കണ്ട എന്ന് പറയും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ശ്രുതി എന്ന് അയാൾ ചോദിക്കാണ്. അതേ ചേട്ടാ, ഞാൻ നോക്കിയിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറയാണ് അവള്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. വർഷങ്ങളായിട്ട് ഞാൻ അവിടെ കട വെച്ചുകൊണ്ട് നടത്തുന്നതാണ്. എനിക്കവിടെ സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്.
പരിചയക്കാരുമുണ്ട്, നല്ല ഏരിയയാണത്. അതുകൊണ്ട് അതൊന്നും പറ്റുന്ന കാര്യമല്ല എന്ന് ബീരാൻ അങ്ങ് തീർത്തും പറയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കള്ളത്തരം പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ കടയും ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിക്കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് അയാൾ അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. അന്നേരം മീര ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യും ശ്രുതി എന്ന്. അല്ല എങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ, വേറെന്തെങ്കിലും വഴി നോക്കാൻ പറയാണ് ശ്രുതി. വേറെന്ത് വഴി? ചേട്ടൻ കുറച്ച് ദിവസത്തേക്ക് കട ഒന്ന് അടച്ചിടാൻ അവൾ പറയും. എന്ത് കട അടച്ചിടാനോ? കട അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കുടുംബം പട്ടിണിയാവില്ലേ? പൈസ എനിക്ക് ആര് തരും? അയാൾ ചോദിച്ചു. ആകപ്പാട് പ്രശ്നമായി. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ ശ്രുതി. ആ സമയത്ത് തന്നെ മീര പറയുന്നുണ്ട്, ഇനി ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഒടുവിൽ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഇനി അവരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കള്ളത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഞാനുള്ള സത്യാവസ്ഥ അങ്ങ് തുറന്നു പറയും. എനിക്കിപ്പോൾ ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കള്ളത്തരം പറഞ്ഞു എന്ന് വെച്ച് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒളിച്ചു നടക്കാനൊന്നും പറ്റില്ല. അഭിനയമോഹമുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചു. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ബലിയാടാവാനൊന്നും എന്നെ കിട്ടത്തില്ല എന്നും അയാളങ്ങ് തീർത്തും പറയണേ. അതും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോയി. അന്നേരം ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. മീരയോട് അവൾ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യുമെന്ന്. എനിക്കറിയില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ നോക്കിയാലും ഓരോരോ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ രക്ഷപ്പെടണമെന്ന് പോലും അറിയില്ല കേട്ടോ ശ്രുതിക്ക്. മീര പറയുന്നത്, നീ വരുത്തി വെച്ചതല്ലേ ഇതെല്ലാം, അല്ലാതെ വേറെ ആരെങ്കിലും വരുത്തി വെച്ചതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് നീ തന്നെ അതങ്ങ് അനുഭവിക്കണം. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ മീരയും അവളെ കുറ്റപ്പെടുത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും രേവതി നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ കാറിനകത്തു നിന്നും ഒരു കെട്ട് വിസിറ്റിംഗ് കാർഡ് എടുത്ത് നേരെ രേവതിയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് കുറച്ചെടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന്. രേവതി അതെടുത്ത് വാങ്ങിച്ചു നോക്കി. രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോവാണ് അത് കണ്ടപ്പോൾ. അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഇനി മുതൽ വിസിറ്റിംഗ് കാർഡൊക്കെ വേണ്ടേ, അല്ലാതെ പണ്ടത്തെ പോലെയൊന്നുമില്ല. ദേ നിന്റെ പേര് വെച്ച് അച്ചടിച്ച വിസിറ്റിംഗ് കാർഡാണിത്. ഇനിയിപ്പോൾ കല്യാണ മണ്ഡപമൊക്കെ അലങ്കരിക്കാനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസിറ്റിംഗ് കാർഡാ. ഇതൊക്കെ ഓരോ മണ്ഡപത്തിലേക്ക് കൊടുക്കാനുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ വിളിക്കുമല്ലോ. അത് കേട്ടപ്പോൾ രേവതിയുടെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞു വന്നു. രേവതി പറയുന്നുണ്ട്, എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, കാരണം ഭാര്യയെക്കാളും ഉയർന്ന എപ്പോഴും ഭർത്താക്കന്മാരെ നിൽക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണെന്ന്. ചിലർക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുത്തില്ല, തങ്ങളെക്കാളും കൂടുതൽ ഉയർന്ന് ഭാര്യമാർ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയെന്നല്ലോ സച്ചിയേട്ടൻ്റെ കാര്യം. സച്ചിയേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ എന്നും ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് മാത്രമാണ് സച്ചിയേട്ടൻ്റെ ആഗ്രഹം. അത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ രേവതി, അതിനകത്ത് ഇപ്പോൾ ഉയർച്ചയുടെയും താഴ്ചയുടെയൊക്കെ കാര്യമുണ്ടോ? അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. നിനക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയണ സച്ചി. അത് കേട്ടപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായി സച്ചിയേട്ടാ, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ വല്ലാത്ത സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. സച്ചി പറയുന്നുണ്ട്, നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ കണ്ടോ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നീ ഒരു ഓഡിറ്റോറിയം മണ്ഡപം ബുക്ക് ചെയ്യുന്ന വലിയൊരു ആളായിട്ട് തന്നെ മാറും, അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുമെന്നൊക്കെ പറയാണ് സച്ചി. സച്ചിയുടെ വാക്ക് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതേ സമയത്തിന് വ്രതമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകുമായിരിക്കട്ടെ ചന്ദ്രമതിയും സുധിയൊക്കെ. അങ്ങനെ അവിടെ ചെന്നിങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തിന് ചന്ദ്രമതിയുടെ മനസ്സിലെ പ്രാർത്ഥന ഒന്നേ മാത്രമായിരുന്നു, എൻ്റെ ദൈവമേ എത്രയും പെട്ടെന്ന് തന്നെ സുധി ഒരു കോടീശ്വരനാവണം. ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറിയിട്ട് അവന് നല്ലതേ വരുത്താവുള്ളൂ എന്നൊക്കെ. അതുപോലെ തന്നെയായിരുന്നു സുധിയുടെയും പ്രാർത്ഥന, എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് കോടീശ്വരനാവണം, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരു ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അവർ വരുന്ന സമയത്തിന് ചന്ദ്രമതിയും സുധിയും കൂടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടു. അന്നേരം സച്ചി പറഞ്ഞത്, നോക്ക് രേവതി, വ്രതമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സുധിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാ അമ്മ കൂടെ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യട്ടെ സച്ചിയേട്ടാ, നമ്മളത് കാര്യമാക്കാനൊന്നും പോവണ്ടെന്ന് പറയും. അന്നേരം സച്ചി പറഞ്ഞത്, ഞാനങ്ങനെ മൈൻഡാക്കുന്നൊന്നുമില്ല, എന്നാലും നിനക്കൊരു നല്ല കാര്യം വരുമെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മക്കും സുധിക്കും എന്തൊരു അസൂയാണെന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, അതൊന്നും സച്ചിയേട്ടൻ മൈൻഡ് ചെയ്യണ്ട, നമുക്കുള്ളത് ദൈവം തരുമെന്നൊക്കെ പറഞ്ഞ് സച്ചിയും കൂട്ടിക്കൊണ്ട് തന്നെ രേവതി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ക്ഷേത്രമുറ്റത്ത് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്ന ചന്ദ്രമതിയും സുധിയും നേരെ രേവതിയുടെ സച്ചിയുടെ മുന്നിലേക്ക് ചെന്ന് പെടും. അവരെ കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖം അങ്ങ് മങ്ങി. എന്നാലും ആ അസൂയ പുറത്ത് കാണിക്കാതെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടോ? ഈ ഇടയത്ത് അമ്പലത്തിലൊന്നും അങ്ങനെ കാണാറില്ലല്ലോ. അത് കേട്ടപ്പോൾ സച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ അമ്മേ, ഞങ്ങൾക്കും കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്. രേവതിയുടെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയല്ലേ, അതിൻ്റെ വിസിറ്റിംഗ് കാർഡ് പൂജിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് സച്ചി പറഞ്ഞു. ആ കാർഡ് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നീട്ടി. കാർഡ് കണ്ടപ്പോൾ സുധിക്കും ചന്ദ്രമതിക്കും അങ്ങ് കണ്ണ് തള്ളിപ്പോയി.
ശ്രുതി മനസ്സിൽ വിചാരിച്ചു, ഇവളെന്താ കുതിച്ച് കയറുകയാണല്ലോ എന്ന്. രേവതിയെ കളിയാക്കാൻ വേണ്ടി ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ ഇവളൊരു വലിയ ബിസിനസ്സുകാരി വന്നിരിക്കുന്നു, ഇതൊക്കെ എത്ര നാൾ കാണുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അത് കേട്ട് രേവതിക്ക് ചെറുതായിട്ട് സങ്കടം വന്നുവെങ്കിലും സച്ചി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ. അമ്മ ആദ്യം ശ്രുതിയുടെ ബിസിനസ് പച്ച പിടിച്ച് അവനെ വലിയ കോടീശ്വരനാക്കാൻ നോക്ക്. അങ്ങനെ സച്ചി തിരിച്ചടിക്കുകയാണ്. അപ്പുറത്ത് ശ്രുതിക്കാണെങ്കിൽ സമാധാനം പൂർണ്ണമായിട്ടങ്ങ് നഷ്ടപ്പെട്ടിരിക്കാനിരിക്കും. എങ്ങനെയെങ്കിലും രേവതിയെ ആ ഇറച്ചിക്കടയിൽ പോകുന്നത് തടയണം. ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ ശ്രുതിക്കുള്ളൂ. വീട്ടിലേക്കെത്തിയ ഉടനെ തന്നെ ശ്രുതി രേവതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വളരെ സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ അവൾ രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ ഇനി ആ കവലയിലുള്ള ഇറച്ചിക്കടയിൽ നിന്നും ചിക്കനും മീനൊന്നും വാങ്ങിക്കാൻ പോവണ്ട. അവിടെ ഭയങ്കര മോശം സാധനങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അത് കഴിച്ച് കുറച്ച് പേർക്ക് ഫുഡ് പോയ്സണൊക്കെ അടിച്ചു എന്നാണ് കേട്ടത്. ശ്രുതിയുടെ വാക്ക് കേട്ടപ്പോൾ രേവതിക്ക് വലിയ സംശയമായിരുന്നു. അല്ല, ഞാൻ ഇന്ന് വാങ്ങിയതൊക്കെ നല്ല ഫ്രഷ് ഇറച്ചിയായിരുന്നല്ലോ. ശ്രുതിയോട് ആരാ ഈ വിവരമൊക്കെ പറഞ്ഞത് എന്ന് രേവതി തിരിച്ചു ചോദിച്ചു. ശ്രുതി പരിങ്ങി നിൽക്കുന്നത് കൊണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു, അല്ല എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ടതാ. നീ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോവണ്ട, ഞാൻ വേറെ നല്ലൊരു കട കാണിച്ചു തരാമെന്ന് പറയാണ് ശ്രുതി. പക്ഷേ രേവതിയുടെ മുഖത്ത് ആ ഒരു സംശയം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ശ്രുതിക്ക് പെട്ടെന്നെന്താ ഇറച്ചിക്കടയുടെ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യമെന്ന് രേവതി മനസ്സിൽ ചിന്തിച്ചു. അന്ന് രാത്രി എല്ലാവരും ഇങ്ങനെ ഹാളിലിരിക്കുമ്പോഴാണ് രേവതിയുടെ ഫോണിലേക്ക് അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോള് വരുന്നത്. രാവിലെ കാർഡ് കൊടുത്ത് ഏതെങ്കിലും മണ്ഡപത്തിൽ നിന്നായിരിക്കുമോ എന്ന് കരുതി ആകാംക്ഷയോടുകൂടി തന്നെ അവൾ ഫോൺ എടുത്തു. അതെ, അതൊരു ബുക്കിംഗ് ആയിരുന്നു. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന വലിയൊരു കല്യാണ മണ്ഡപത്തിന്റെ ഓർഡറായിരുന്നു രേവതിക്ക് കിട്ടിയത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ രേവതി ഈ വിവരം സച്ചിയോട് ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട് അവിടെ ഇരുന്ന് ചന്ദ്രമതിയുടെയും സുധിയുടെയും വായടഞ്ഞുപോയി. തങ്ങളുടെ വ്രതവും പ്രാർത്ഥനയും ഒക്കെ വെറുതെ ആയല്ലോ എന്നോർത്ത് ചന്ദ്രമതി തലയിലങ്ങ് കൈവച്ചു. എന്നാൽ ഇതിനിടയിലാണ് ആ ഒരു വീടിൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടുകൊണ്ട് തന്നെ ശ്രുതി ആകങ്ങനെ ശ്വാസം നിലച്ചതുപോലെന്ന് നോക്കി നിൽക്കാണ്. അത് മറ്റാരുമായിരുന്നില്ല, അത് ആ ഇറച്ചിവെട്ടുകാരൻ ഇളയച്ചനായിട്ടുള്ള ബീരാനായിരുന്നു. സ്വന്തം കള്ളത്തരം പൊളിയുമോ എന്ന ഭയത്തോട് വിറച്ചു നിൽക്കുന്ന ശ്രുതിയെയും ആദ്യം ഓർഡർ കിട്ടിയതിൻ്റെ അങ്ങേയറ്റത്തെ സന്തോഷത്തിൽ നിൽക്കുന്ന രേവതിയെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.